നമസ്കാരം. ശക്തികുളങ്ങരയിൽ ജനനേന്ദ്രിയത്തിലും കാറിലും ഒളിപ്പിച്ച് 90.45 ഗ്രാം MDMA കടത്തിയ കേസിലെ പ്രതി അനില രവീന്ദ്രൻ മയക്കുമരുന്ന് മാഫിയയുടെ പ്രധാന കണ്ണിയാണ്. 2021 കൊച്ചിയിൽ മയക്കുമരുന്ന് വിതരണത്തിനിടെ പിടിയിലായിരുന്നു ഇവർ. ഇൻഫോ പാർക്ക് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടായിരുന്നു കച്ചവടം. അന്ന് തനിക്ക് ഒന്നിലും പങ്കില്ലെന്നായിരുന്നു ഹൈക്കോടതിയിൽ ജാമ്യത്തിനായുള്ള അപേക്ഷയിൽ അനില പറഞ്ഞത്. ആ വാദങ്ങളെല്ലാം പച്ചക്കള്ളമാണെന്ന് തെളിയുന്നതാണ് ഇപ്പോഴത്തെ അറസ്റ്റ്. നഗരത്തിലേക്ക് വൻതോതിൽ ലഹരി മരുന്ന് എത്തുന്നുണ്ടെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണന് നേരത്തെ രഹസ്യ വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് പോലീസ് പരിശോധന ശക്തമാക്കിയിരുന്നു. ഇതാണ് അനിലയെ കുടുക്കിയത്. അനില ബംഗളൂരുവിൽ നിന്ന് MDMA എത്തിച്ചത് കൊല്ലം നഗരത്തിലെ വിതരണക്കാരന് കൈമാറാനാണെന്നാണ് സൂചന. വിദ്യാർത്ഥികളെ അടക്കം ലക്ഷ്യമിട്ട് ലഹരി മരുന്ന് കച്ചവടം നടത്തുന്ന ഇയാളെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചു. കൊച്ചിയിൽ നോട്ടപ്പുള്ളിയായതോടെയാണ് കൊല്ലത്തേക്ക് അനില കച്ചവടം മാറ്റിയത്. നിരവധി ഇടനിലക്കാരെ ഇവർ സൃഷ്ടിച്ചു. യുവതിക്ക് ലഹരി മരുന്ന് വിൽപ്പന നടത്തിയയാളെയും ഇടനില നിന്നയാളെയും കണ്ടെത്താനും പോലീസ് ശ്രമം തുടങ്ങി. റിമാൻഡിൽ കഴിയുന്ന പ്രതി അനില രവീന്ദ്രനെ വിശദമായ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ വാങ്ങും. സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. പഴയ കേസിലെ ജാമ്യ വ്യവസ്ഥാ ലംഘനവും ഈ അറസ്റ്റോടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനിലയ്ക്കെതിരെ പഴയ കേസിൽ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യവും സജീവമാണ്. 2021 നവംബറിലാണ് അനില ആദ്യമായി അറസ്റ്റിലായത്. കാക്കനാട് DD മിസ്റ്റി ഹിൽ എന്ന അപ്പാർട്ട്മെന്റിലെ റെയ്ഡിലാണ് അന്ന് കുടുങ്ങിയത്. MDMAയും ഹാഷിഷ് ഓയിലും ഹാഷിഷും അടക്കം പിടികൂടി. LCD സ്റ്റാമ്പും ഉണ്ടായിരുന്നു. എന്നാൽ തന്റെ പക്കൽ നിന്നും മയക്കുമരുന്ന് പിടിച്ചില്ലെന്നും തനിക്കൊപ്പമുണ്ടായിരുന്നവരെയാണ് മയക്കുമരുന്ന് കൈവശം വച്ചതെന്നുമായി ജാമ്യം കിട്ടാനായി അനില ഹൈക്കോടതിയെ അറിയിച്ചത്. താനൊരു വിവാഹിതയാണെന്നും കൊച്ചുകുട്ടിയുടെ അമ്മയാണെന്നും വിശദീകരിച്ചു. ഒരു ടൂറിനുള്ള തയ്യാറെടുപ്പിനിടെയാണ് റെയ്ഡ് നടന്നതെന്നും തനിക്കൊന്നും അറിയില്ലെന്നും വിശദീകരിച്ചു. ഇതിനൊപ്പം ക്രിമിനൽ പശ്ചാത്തലമില്ലെന്ന വാദവും ഹൈക്കോടതിയിൽ ഉയർത്തി. ഇതെല്ലാം പരിഗണിച്ചാണ് ഹൈക്കോടതി അന്ന് ജാമ്യം അനുവദിച്ചത്. എന്നാൽ പുറത്തിറങ്ങിയ ശേഷവും അനില കച്ചവടം തുടർന്നു. അതിന്റെ തുടർച്ചയായിരുന്നു കൊല്ലത്തെ അറസ്റ്റ്. 3 ലക്ഷം രൂപയുടെ MDMAയുമായാണ് അനില അറസ്റ്റിലായത്. അഞ്ചാലമൂട് പനയം രേവതിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന അനില രവീന്ദ്രനെ കൊല്ലം സിറ്റി ഡാൻസ് ഓഫ് ടീമും ശക്തികുളങ്ങര പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് പിടിയിലായത്. കർണാടകയിൽ നിന്ന് കൊല്ലം നഗരത്തിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാൻ കൊണ്ടുവന്ന MDMA സ്വന്തം കാറിലായിരുന്നു യുവതി കടത്തിയിരുന്നത്. നഗരത്തിലെ കോളേജുകളിലെ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാൻ യുവതി ലഹരി കൊണ്ടുവരുന്നതായി കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണന് വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നഗരപരിധിയിൽ വ്യാപക പരിശോധനയാണ് ആരംഭിച്ചത്. കൊല്ലം ACP S ഷെരീഫിന്റെ നേതൃത്വത്തിൽ 3 ടീമുകളായി തിരിഞ്ഞായിരുന്നു പരിശോധന. വൈകിട്ട് 5:30 മണിയോടെ നീണ്ടകര പാലത്തിന് സമീപം കാർ കണ്ടു. പോലീസ് നിർത്താൻ ആവശ്യപ്പെട്ടിട്ടും യുവതി കാറുമായി മുന്നോട്ടു പോയി. ആൽത്തറമൂട് ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് പോലീസ് വാഹനം തടഞ്ഞു. പരിശോധനയിൽ കാറിൽ ഒളിപ്പിച്ച നിലയിലാണ് MDMA കണ്ടെത്തിയത്. കൊല്ലം സിറ്റി പോലീസ് ഈ മാസം നടത്തിയ 4ാമത്തെ വലിയ MDMA വേട്ടയാണിത്. വൈദ്യപരിശോധനയിൽ യുവതിയുടെ ജനനേന്ദ്രിയത്തിലും ലഹരി ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തി. യുവതിയെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചാണ് വൈദ്യപരിശോധന നടത്തിയത്. 40.45 ഗ്രാം MDMA ആണ് സ്വകാര്യ ഭാഗത്ത് ഒളിപ്പിച്ചു വെച്ചിരുന്നത്. 2021 അനിലയ്ക്കൊപ്പം കാക്കനാട് മയക്കുമരുന്നുമായി IT കമ്പനി മാനേജർ അടക്കം 7 പേരാണ് പിടിയിലായത്. യുവാക്കൾക്കും IT പ്രൊഫഷണലുകൾക്കും ഇടയിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന സംഘത്തെയാണ് അന്ന് പിടികൂടിയത്. തൃക്കാക്കര പോലീസിന്റെയും കൊച്ചി ഡാൻസ് ഓഫ് ടീമിന്റെയും സംയുക്ത പരിശോധനയിലാണ് സംഘത്തെ അറസ്റ്റ് ചെയ്തത്. തൃക്കാക്കര മില്ലുപടിയിൽ ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത ശേഷമായിരുന്നു മയക്കുമരുന്ന് സംഘത്തിന്റെ പ്രവർത്തനം. അന്നും കേരളത്തിന് പുറത്തുനിന്ന് മയക്കുമരുന്ന് എത്തിച്ചായിരുന്നു വിൽപ്പന. എറണാകുളം, ആലപ്പുഴ, കൊല്ലം എന്നീ ജില്ലകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ വിൽപ്പന. കൊല്ലം സ്വദേശി ജിഹാജ് ബഷീർ, നോർത്ത് പറവൂർ സ്വദേശി എർലിൻ ബേബി എന്നിവർ ചേർന്ന മാഫിയ സംഘമാണ് അന്ന് അറസ്റ്റിലായത്. നന്ദി.